നമ്മൾ പല പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ടും പല പ്രൊഡക്ട്സും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ പോകാറുണ്ടല്ലേ. എന്നിട്ട് നമ്മൾ വാങ്ങാറുണ്ടോ? മേ ബി പല കാരണങ്ങളും നമ്മൾ വാങ്ങാതിരിക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊഡക്ട്സിന് ആഡ് ടു കാർട്ട് ചെയ്ത് വയ്ക്കും, പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റാറുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ? സോ ഇതിന് പറയുന്ന പേരാണ് വെബ്സൈറ്റ് റീടാർഗറ്റിംഗ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെബ്സൈറ്റ് റീടാർഗറ്റിനെ കുറിച്ചാണ്. ഇന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡാണ് വെബ്സൈറ്റ് റീടാർഗറ്റിംഗ്. ഒരു ഡെഫിനേഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റുമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ വീണ്ടും വീണ്ടും നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നതിനെയാണ് നമ്മൾ വെബ്സൈറ്റ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. സോ ആ ഇൻട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് ഒരു യൂസർ വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ യൂസറിനെ വീണ്ടും നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ വെബ്സൈറ്റ് ഒരുപാട് പ്രൊഡക്ട്സുകൾ, സർവീസുകളുള്ള ഡിഫറെൻറ്റ് പേജുകളുള്ള ഒരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കുക. ആ വെബ്സൈറ്റിലെ ഒരു സ്പെസിഫിക് പേജിലോട്ട് വന്നിട്ടുള്ള യൂസേഴ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാൻ വേണ്ടി പറ്റും. ഇനി അതുമല്ല, നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരുപാട് ബട്ടൺസ് ഉണ്ട്, ലൈക്ക് ആഡ് ടു കാർട്ട്, കോൺടാക്ട് നൗ എന്ന് പറയുന്ന ബട്ടൺസ് ഉള്ള വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്പെസിഫിക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുള്ള യൂസേഴ്സിന് മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിനി വെബ്സൈറ്റ് റീടാർഗറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു യൂസറെ തന്നെ വീണ്ടും വീണ്ടും അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നതുകൊണ്ട് ആ യൂസർ നമ്മുടെ ബ്രാൻഡിനെ ഓർത്ത് വയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സിനെ ഓർത്ത് വയ്ക്കാനും സാധ്യത കൂടുതലാണ്. ഒരു യൂസർ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതുകൊണ്ട് ആ യൂസർ നിങ്ങളുടെ കോൾ ടു ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ, അതായത് നമുക്ക് ഹയർ കൺവേർഷൻ റേറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. നമ്മളുടെ CPR കുറയ്ക്കാനും വെബ്സൈറ്റ് റീടാർഗറ്റിംഗ് സഹായിക്കാറുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് ഒരു യൂസർ ആഡ് കാണുന്നത് കൊണ്ട് ആ യൂസറിൻ്റെ ട്രസ്റ്റും നമ്മളുടെ ബ്രാൻഡിന് കിട്ടാൻ വെബ്സൈറ്റ് റീടാർഗറ്റിംഗ് സഹായിക്കാറുണ്ട്. വെബ്സൈറ്റ് റീടാർഗറ്റിംഗ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെബ്സൈറ്റിലോട്ട് വരുന്ന യൂസേഴ്സിൻ്റെ ഡാറ്റ വേണം. എൻ്റെ വെബ്സൈറ്റിലോട്ട് വരുന്ന യൂസേഴ്സിൻ്റെ ഡാറ്റ എങ്ങനെയാണ് മെറ്റയ്ക്ക് കിട്ടുന്നത്? കിട്ടാൻ യാതൊരു വഴിയില്ല അല്ലേ? കാരണം എന്താ? ഞാൻ എൻ്റെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്ന വേർഡ്പ്രസ്, ഷോപ്പിഫൈ അല്ലെങ്കിൽ കോഡഡ് ലാംഗ്വേജിലൊക്കെ ആയിരിക്കും. ഒരിക്കലും മെറ്റാ പ്ലാറ്റ്ഫോംസിലല്ല ഞാൻ എൻ്റെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വെബ്സൈറ്റിലോട്ട് വരുന്ന യൂസേഴ്സിൻ്റെ ഡാറ്റ കിട്ടാൻ ഒരു വഴിയുണ്ട്. ആ ട്രിക്കിൻ്റെ പേരാണ് പിക്സൽ. യെസ്, നമ്മളുടെ വെബ്സൈറ്റും ആഡ്സ് മാനേജറും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കോഡാണ് പിക്സൽ എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റ് റീടാർഗറ്റിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങളുടെ ക്യാമ്പയിൻ്റെ പെർഫോമൻസ് തന്നെ മാറുന്നത് കാണാൻ പറ്റും. ഇതുപോലത്തെ യൂസ്ഫുൾ കോണ്ടൻറ്റ്സ് ഇൻഫർമേഷൻസിന് വേണ്ടി ഡു സബ്സ്ക്രൈബ് .in Academy.